സത്യം പറഞ്ഞാൽ സഞ്ജുവിനെ പോലെ ഒരു ഭാഗ്യമുള്ള പ്ലെയർ വേറെ എവിടെയും കാണൂല. കാരണം 5 കളി ന്യൂസിലൻഡിനുള്ള 5 കളി കൊടുത്തിട്ട് ഒറ്റ കളി പോലും ഫോം ആവാത്ത സഞ്ജു വേൾഡ് കപ്പ് സ്കോഡിലേക്ക് വന്ന സമയത്ത് ഒരിക്കലും ടീമിൽ പ്ലേയിങ് ലെവലിൽ ചാൻസ് ഇല്ലാത്തൊരു പ്ലെയർ ആയിരുന്നു. ആ സമയത്ത് അഭിഷേകിന് അസുഖം വരിക, നമീബിയക്കെതിരെ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുക. പക്ഷേ ചെക്കൻ 8 പന്തിൽ 22 റൺസ് എടുത്തുകയും പോലും ഇന്നലെ ഒരു 50+ സ്കോർ എടുത്തിരുന്നെങ്കിൽ സഞ്ജു നന്നായിട്ട് തുടർന്നുള്ള കളികളിൽ ചാൻസ് ഉണ്ടാവുമായിരുന്നു. കാരണം റിങ്കു സിംഗ് ഫോം ഔട്ടാണ്, അഭിഷേക് എന്ന് വരുമെന്ന് ഉറപ്പില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഗംഭീർ ഇന്നലത്തെ കളിയിൽ നന്നായിട്ടൊന്ന് സ്കോർ ചെയ്തിരുന്നെങ്കിൽ എന്നാലും കുഴപ്പമില്ല. 3 അതിഗംഭീര സിക്സറുകളും ഒരു 4ഉം മനോഹരമായ ഒരു 4 അടിച്ച് 8 പന്തിന് 275 സ്ട്രൈക്ക് റേറ്റിൽ നല്ലൊരു സ്കോർ, 8 പന്തിന് 22 റൺസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവന് കിട്ടുന്ന എല്ലാ പന്തുകളും മോശം പന്തുകളും സ്ലോ ബോളാണ്. മോശം പന്തുകളും എല്ലാ പന്തുകളും അതിർത്തി കടത്താനും വേണ്ടി നമ്മുടെ പണ്ടത്തെ സേവാഗിന്റെ ഒരു കളി കളിക്കാനാണ് അവൻ നോക്കുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ സേവാഗിന് ചാൻസ് ഉണ്ടായിരുന്നു. കാരണം അന്ന് സേവാഗിനെ പോലുള്ള പ്ലേയേഴ്സ് ഇല്ല. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. സഞ്ജു മനസ്സിലാക്കണം, ഇന്ന് ഇന്ത്യൻ ടീമിൽ അത്രയും പ്ലേയേഴ്സ് ഉണ്ട്. ബെഞ്ചിൽ തന്നെ ഉണ്ട് കുറെ പ്ലേയേഴ്സ്. അതുകൂടാതെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. വൈഭവ് സൂര്യവംശിനെ പോലത്തുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, ഋട്ടുരാജ് ഗെയ്ക്വാദ് പുറത്തിരിക്കുകയാണ് വേൾഡ് കപ്പ് സ്ക്വാഡിലില്ലാതെ. ഋട്ടുരാജ് ഗെയ്ക്വാദ്, യശസ്വി ജയ്സ്വാള്, സർഫറാസ് ഖാൻ, KL രാഹുൽ, ഋഷഭ് പന്ത് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം പുറത്തിരിക്കുന്ന സമയത്ത് സഞ്ജു മനസ്സിലാക്കേണ്ട കാര്യം സാഹചര്യം അനുസരിച്ച് കളിക്കുക. ഇന്ത്യൻ ടീമിൽ തിലക് വർമ്മ കളിക്കുന്ന കളിയുണ്ട്, സാഹചര്യം അനുസരിച്ച് കളിക്കുക. നല്ലൊരു തുടക്കം കിട്ടിയിട്ട് അത് ഇന്നലെ മുതലാക്കാൻ പറ്റാത്ത ഒരു പോരായ്മ എനിക്ക് തോന്നി. അപ്പോൾ കളി കണ്ടവരൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ.